ഈ വയനാട് മേപ്പാടിയിൽ കള്ളാടി തുരങ്കമുഖത്തെ അപകടത്തെ തുടർന്ന് പിണറായി വിജയൻ ഇന്നവിടെ സന്ദർശനം നടത്തി. അദ്ദേഹമാണല്ലോ കാരണഭൂതൻ. അതെ, ഇതിനെല്ലാം കാരണം നമ്മൾ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പരിസ്ഥിതി ലോല പ്രദേശമാണ്. വയനാട്ടിലെ തന്നെ ഏറ്റവും പരിസ്ഥിതി ലോലമായ പ്രദേശമാണ്. വയനാട്ടിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇത്രയും ലോല പ്രദേശം. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായത് ഇതിന് 500 മീറ്റർ ദൂരം 800 മീറ്റർ ദൂരം മാത്രമാണ് തൊട്ടടുത്ത്. ആ ഒരു മേഖലയാണ് അതെല്ലാം പുത്തുമലയല്ല. അപ്പൊ ഈ ഇന്നലെ അവിടെ വി ഡി സതീശൻ ചെന്നപ്പോഴും പറഞ്ഞതാണ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതിനെ നമ്മൾ ഇതായിട്ട് കാണേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. ചിലർ പറയുന്നത് ഉരുൾ പൊട്ടി മണ്ണ് വന്ന് നേരത്തെ ഇട്ടിരുന്ന മണ്ണിൻ്റെ മുകളിൽ വീണു എന്നാണ്. മറ്റ് ചിലർ പറയുന്നത് അവിടെ തന്നെ വെള്ളം കെട്ടി നിന്നിട്ട് ഇവർ കോരിയിട്ട മണ്ണ് ആ മണ്ണ് ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ച് അതുമായിട്ട് മുന്നോട്ട് പോന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും അതിനുള്ള സാധ്യതയാണ് വളരെയധികം, നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത അതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ അവിടെ ചെന്ന് സ്ഥലം കണ്ടു, സന്ദർശിച്ചു, എല്ലാം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സതീശൻ ഇത് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു, അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതാണ് നല്ലത്, അതാണ് പ്രായോഗികമായ രീതി. കാരണം ഇത്രയും ഈ ഭൂമിശാസ്ത്രപരമായി ദുർബലമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനത്തെ തുരങ്കപാത വേണം. നേരത്തെ ബി ഡി സതീശൻ പ്രതിപക്ഷ വാരം സമയത്ത് അദ്ദേഹക്കാർ ഉന്നയിച്ചിരുന്നു. അതെ, ആവർത്തിച്ചു. അന്ന് അദ്ദേഹത്തിന് പരിസ്ഥിതി വിരോധി, വികസന വിരോധി. കാരണം ഇവരുടെ ഒരു ചാപ്പകുത്തുണ്ടല്ലോ, CPM ഒരു പ്രത്യേക രീതിയിൽ ചാപ്പകുത്തി. സൈദ്ധാന്തികന്മാരും മറ്റവരെല്ലാം ഇറങ്ങുമല്ലോ. അവര് നമ്മളിപ്പം ഏതെങ്കിലും വർഗീയത പറയുന്ന ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇവർ കാണിക്കുന്ന പ്രീണനങ്ങളെ കുറിച്ചോ എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ നമ്മളെ ഒരു വർഗീയവാദിയാക്കും, നമ്മളെ ഒരു സംഖ്യയാക്കും. ആ ചാപ്പ കുത്തി നമ്മളെ ഇവരുടെ അണികൾക്ക് എറിഞ്ഞു കൊടുക്കും, അണികൾ വന്ന് നമ്മളെ കയറി മേയും. അങ്ങനെയൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ശരിക്കും കാരണഭൂതൻ, 2 ഉദ്ഘാടനം നടത്തിയ കാരണഭൂതനാണ്. പാറ പൊട്ടിക്കാൻ ഉദ്ഘാടിച്ചു, അതിനു മുമ്പ് മണ്ണ് ഒഴിക്കാനും ഉദ്ഘാടിച്ചു. മണ്ണ് ആദ്യം ഈ തുരങ്കപാതയുടെ ഒരു ഉദ്ഘാടനം, അത് കഴിഞ്ഞ് അദ്ദേഹം വന്നത് ഇതിനു വേണ്ടിയാണ്, പാറ പൊട്ടിക്കലിൻ്റെ ഒരു ഉദ്ഘാടനം. അങ്ങനെ പട്ടപടയെന്ന് 2 പടി. പാറ പൊട്ടിക്കാം, ശബ്ദം കേൾക്കരുതെന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് രസം. ഇതിന് ശേഷം ഇന്നലെയായിട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. എന്താണ്, ഈ സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശമാണ്, ഇത് വനമേഖലയാണ്, വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വനം നശിപ്പിച്ചാൽ നഷ്ടപരിഹാര വനവൽക്കരണം നടത്തേണ്ട സ്ഥലമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഓപ്പോസിറ്റായ ഒരു റിപ്പോർട്ടുമായിട്ട് ഇവർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ പോയി, വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതി അവസാനം 60 കർശന ഉപാധികളോടെ ഒരു അനുമതി കൊടുക്കുന്നു, പരിസ്ഥിതി മന്ത്രാലയത്തിന് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ അനുമതി വരുന്നു. ഈ അനുമതി ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഈ കർശന ഉപാധികൾ പാലിച്ചു വേണം. ഈ കർശന ഉപാധികൾ പാലിച്ച് ഒരിക്കലും ഇവിടെ പണി നടത്താൻ സാധിക്കില്ല. ഇവിടുന്ന് ഇവർ എഴുതി കൊടുത്തത് മുഴുവൻ കള്ളമായിരുന്നാണ് പറയപ്പെടുന്നത്. കൊങ്കൺ കമ്പനി ഉണ്ടല്ലോ, ഇപ്പൊ ദിലീപ് ബിൽഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവര് ഈ കൊങ്കൺ റെയിൽവേ നിർവഹണ ഏജൻസി, ഈ നിർവഹണ ഏജൻസി കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഇതിനെക്കുറിച്ച് പഠനം നടത്തി, ഇതിൻ്റെ പാരിസ്ഥിതിക പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കാനായിട്ട് കത്ത് കൊടുത്തിരുന്നു. എന്നാൽ ഈ കോഴിക്കോട്ടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ കൗൺസിലുണ്ടല്ലോ, അവർ പറയാണ് ഇങ്ങനൊരു കത്ത് എഴുതാനേ പാടില്ലായിരുന്നു, ഇത് ഇങ്ങനൊരു ധാരണ കൊടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു അനുവാദവും ഇല്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് കത്ത് തരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വെളിപ്പെടുത്തൽ. അപ്പോൾ ഇന്ന് എന്തായാലും കാരണഭൂതനും സംഘവും അവിടെ സന്ദർശിച്ചിട്ട് അദ്ദേഹം ഈ പൊട്ടിത്തെറി യാതൊരു മനസ്താപവും ഇല്ലായിരിക്കും, ഞങ്ങൾ കാരണമാണ് ഇത്രയും ദുരന്തം ഉണ്ടായതല്ലോ യാതൊരു ചിന്തയില്ല. ഇന്നലെ തൊട്ട് ഇന്ന് പാർട്ടി പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തോന്നും ഒരു കുഴപ്പമില്ല, അതിൻ്റെ പാർട്ടി പത്രത്തിൻ്റെ ഹെഡിങ് പോലും ഈ പദ്ധതി തുടങ്ങിയത് പൂർണ്ണ അനുമതിയോടെയാണെന്ന്. എന്താണ് ഈ പൂർണ്ണ അനുമതിയോടെയാണ്? സമ്മതിച്ചു, പൂർണ്ണ അനുമതിയോടെ എന്ന് നിങ്ങൾ പറയുന്ന ഈ സംഭവത്തിൽ ഉപാധികൾ 60 എണ്ണം. അതെ, ആ ഉപാധികളിൽ എത്ര എണ്ണം അവിടെ പാലിച്ചു? അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയും, അത് ഞങ്ങളുടെ കുഴപ്പമില്ല, ഉപാധികൾ പാലിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് ഇപ്പോഴത്തെ സർക്കാരാണ്. വന്നിട്ട് 1 മാസമേ ആയുള്ളൂ, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പം ഈ ഉപാധികൾ എന്താണ്, ഈ 60 ഉപാധികൾ വന്നാൽ അത് അതുപോലെ പാലിച്ചിട്ടാണെങ്കിൽ ഈ 60 ഉപാധികളും പാലിച്ചിട്ട് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഈ അപ്രൈസൽ കമ്മിറ്റി ഇതിനെതിരായിരുന്നു എന്നാണ് പറയുന്നത്. അതെ, ഇതിന് അനുമതി കൊടുക്കേണ്ട കമ്മിറ്റി. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം പത്രസമ്മേളനം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് പിണറായി വിജയനും MP ഗോവിന്ദനും അവിടെ ചെല്ലുമ്പോഴും അവിടെ ഇപ്പോൾ ചുമതലയുള്ള മന്ത്രി AP അനിൽകുമാർ അദ്ദേഹത്തെ റിസീവ് ചെയ്തു. അത് വളരെ മാന്യമായ രീതിയിൽ തന്നെ അവർ പ്രദേശം മുൻ മുഖ്യമന്ത്രിയാണ്, ആ അർഹിക്കുന്ന ആദരവോട് തന്നെയാണ് അവർ സ്വീകരിച്ചത്. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഒരുപക്ഷെ നേരെ തിരിച്ച് LDF സർക്കാരാണ് ഇരുന്നിരുന്നെങ്കിലും അന്ന് അവിടുത്തെ പ്രദേശം ചെന്നിരുന്നെങ്കിൽ അവർ ഇതുപോലെ സ്വീകരിക്കുമായിരുന്നു സംശയമാണ്.
അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി. എന്താണ് ഈ ദുരന്തം പ്രവചിച്ചതാണ്, ഈ മണ്ണ് നീക്കണമെന്ന് പറഞ്ഞു. ഇത് മണ്ണ് നീക്കാൻ സർക്കാർ യഥാസമയം തയ്യാറായില്ല, സർക്കാരിൻ്റെ ഏകോപനത്തിൽ പിഴവുണ്ടായി, ഇന്നെല്ലാം ഇത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ശരിക്കുമുള്ള ചോദ്യം പിന്നീടാണ് ചെല്ലുന്നത്. അവിടെ പിന്നീട് ചെല്ലുമ്പോഴാണ് അദ്ദേഹം എന്താണ് ഈ വിഴിഞ്ഞം കരാറിനെ കുറിച്ച് ചെല്ലുന്നു. ഇവർ വീണ്ടും പഴയതുപോലെ അഴിമതി ആവർത്തിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് വളരെ രസകരമായ ഒരു ചോദ്യം ചെല്ലുന്നു. IT ഏതാ മറ്റേ വകുപ്പ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. IT വകുപ്പ് ഇദ്ദേഹം തന്നെ എടുത്തതിന്റെ പിന്നിൽ ദുരുദ്ദേശമെന്ന് പറഞ്ഞപ്പോഴേ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ IT വകുപ്പ് അദ്ദേഹത്തിന്റെ തന്നെ ഉണ്ടായിരുന്നല്ലേ, അതിന്റെ പിന്നിൽ എന്തായിരുന്നു ഉള്ളത് ഞാൻ പറയാം. എന്ത് കണ്ടിട്ടാണ് IT വകുപ്പ് എടുത്തതെന്ന് ചോദിച്ചു. എന്ത് കണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ സതീശന്റെ ചോദ്യം അണ്ടർസ്റ്റുഡ് ആണ്. എക്സാലോജിക്കിന് വേണ്ടിയാണല്ലോ അച്ഛൻ, എക്സാലോജിക്കിന് വേണ്ടിയാണ് IT വകുപ്പ് എടുത്തത്. മകളുടെ കമ്പനിയെ വളർത്താൻ വേണ്ടി അച്ഛൻ എടുത്തു. പക്ഷെ അച്ഛൻ്റെ കമ്പനിയാണ് വളർന്നത്. അച്ഛൻ്റെ കറക്ക് കമ്പനി ഏതായാലും വളർത്തി മോൾ ഇപ്പോൾ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അതിനൊരു മറുപടി പറഞ്ഞിരിക്കുന്നു. എടാ ഞാൻ മാത്രമല്ല, സഖാവ് നായനാരും സഖാവ് VS IT വകുപ്പ് കൈകാര്യം ചെയ്തവരാണ്. എന്ന് വെച്ചാൽ ഞാനും അവരെ പോലെയൊക്കെ ആണ് എന്ന് കേട്ടോ എന്ന് പറയുകയാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? IT വകുപ്പ് എടുത്ത് പിണറായി വിജയൻ നടത്തിയ കൊള്ളയ്ക്ക് അവരെ കൂടെ കൂട്ടുപിടിക്കുകയാണ്. നായനാർ 96 തൊട്ട് 2000 മുഖ്യമന്ത്രിയായ സമയത്ത് ഇത് ശൈശവദശയാണ് കേരളത്തിലെ IT ഒരു വിപ്ലവത്തിൻ്റെയൊക്കെ. അദ്ദേഹത്തിന് അവിടെ ചെയ്യാൻ കഴിഞ്ഞ കാണുമില്ലായിരിക്കും. ടെക്നോ പാർക്കൊക്കെ കൊണ്ടുവന്ന് നായനാർ സർക്കാർ തന്നെയായിരുന്നു. പിന്നെ വന്ന VS ആണ്. VSനെയും ഇവർ ഇറങ്ങാൻ സമ്മതിച്ചില്ല. VSനെ മുഖ്യമന്ത്രിയാക്കി അവിടെ ഇരുത്തിയിട്ട് VSനെ ഇടവും മൂലം നിന്നവരെ നിയന്ത്രിക്കുകയല്ലായിരുന്നു. ഇവരല്ലെങ്കിൽ അദ്ദേഹത്തെ ജീവിക്കാൻ ഒതുക്കാത്ത അവസ്ഥ വരുത്തി വയ്ക്കുകയല്ലേ പിണറായി സംഘം അന്ന് പാർട്ടി. എന്താണെങ്കിലും ഇദ്ദേഹം ഈ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരെയും തന്നോട് ഉപമിച്ച് താനും അവരെ പോലെയാണ്, അതായത് അല്ലെങ്കിൽ അവരും ഞാനും എല്ലാം ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. സതീശൻ പക്ഷേ ഒരാളെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അത് പിണറായി വിജയനെ മാത്രമാണ്. പിണറായി വിജയൻ എന്ത് കണ്ടിട്ടാണ് ഈ IT വകുപ്പ് എടുത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അത് എന്ത് കണ്ടിട്ടാണെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്ത് കണ്ടിട്ടാണ് എക്സാലോജിക്കിൻ്റെ പേരിൽ CMRൽ നിന്ന് കാശ് മേടിക്കാനും അതുപോലെ ഒരുപാട് കച്ചവടം ഈ ഭാഗത്തൂടെ നടന്നത്. ഇപ്പോൾ പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞാൽ സതീശൻ മറുപടി പറയുന്നു. സതീശൻ പറഞ്ഞ മറുപടി അവിടെ കിടക്കുമ്പോൾ പിണറായിക്കൊന്നും പറയാനും പറ്റൂല എന്നുള്ള അവസ്ഥയാണ്. അല്ല, ഇപ്പൊ ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി. ഇതുപോലൊരു പദ്ധതിയായിരുന്നു ഏത് സിൽവർ ലൈന്. ഇതിനകത്ത് ഏറ്റവും രസം എന്താണെന്നറിയോ? ഇവർ പാരിസ്ഥിതിക പഠനം, ഇതിൻ്റെ സ്ഥല പരിശോധന, മണ്ണ് പരിശോധന എന്ന് പറഞ്ഞ് വൻ തുക പോക്കറ്റിലാക്കിയിട്ടുണ്ട്. അല്ല, അത് നമുക്കറിയാലോ. ഇതിന്റെ പഠന റിപ്പോർട്ടിന് കുറച്ച് ബുദ്ധിജീവികളെ പറഞ്ഞു വിടുമല്ലോ. അതിലാണ് ഈ കാശടിക്കുന്നത്. പദ്ധതി നടന്നില്ലെങ്കിൽ ഇവർക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറഞ്ഞ ചെറുവള്ളി എസ്റ്റേറ്റ് 3-4 തവണ അതിന്റെ പഠന റിപ്പോർട്ട് നടത്തി. പഠന റിപ്പോർട്ടിന് എത്ര കോടി ചെലവാക്കി എന്നുള്ളതിന്റെ കണക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. അവിടെയാണ് ഈ സംഭവം. പഠനവുമില്ല, റിപ്പോർട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ എല്ലാത്തിലും. ചുമ്മാ റിപ്പോർട്ട് തയ്യാറാക്കി പദ്ധതി നടക്കില്ല എന്ന് ഇവർക്കറിയാം. ഇപ്പൊ സിൽവർ ലൈൻ എന്തോ അതിന്റെ പേര് റെയിൽ വരും കേട്ടോ എന്നാണ്. ഈ കേരയിൽ പണിയാൻ നോക്കിയപ്പോഴും ഇവിടുത്തെ ജനം ഒന്നടങ്കം എതിർത്തതുകൊണ്ടാണ്. വയനാട്ടിൽ ഇത്രയും ആൾക്കാർ അവിടെ എതിർക്കാനില്ലാതിരുന്നുകൊണ്ടാണ് ആ പദ്ധതി ഇപ്പോൾ അവിടെ നടപ്പായത്. എന്നിട്ടും അവിടുത്തെ വയനാട്ടിലെ പരിസ്ഥിതി സംഘടനകൾ സുപ്രീം കോടതി വരെ പോയി. പക്ഷെ ഇവർ കോടതികളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവ് മേടിക്കും. സുപ്രീം കോടതി കൊടുത്ത 60 നിബന്ധനകൾ ഒന്നുപോലും ഒരു പാലിച്ചാണല്ലോ 100% ഉറപ്പാണ്. അതിങ്ങനെ ദുരന്തം സംഭവിക്കുകയില്ലായിരുന്നു. എന്താണെങ്കിലും പിണറായി വിജയൻ്റെ ഭരണകാലത്ത് 10 വർഷം കൊണ്ട് ഏതൊക്കെ മേഖലകളിൽ കൈയിട്ട് വരാമോ ആ മേഖലകളിലൊക്കെ കൈയിട്ട് വാരി കമ്മീഷൻ അടിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ വലിയ ദുരന്തം. ഇതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു കേരളത്തിന് കീറി മുറിച്ചുകൊണ്ട് കേരളയിൽ വന്നിരുന്നെങ്കിൽ. എന്തോ ഭാഗ്യത്തിന് ഈ സർക്കാർ താഴെ പോവുകയും പിന്നെ VD സതീശൻ സർക്കാർ വരികയും അദ്ദേഹം അതിനകത്ത് യുക്തിപരമായ തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ വലിയ അപകടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു.